സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം. ഇതൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പട്ടിക്കാട് ജാമിയ നൂരി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടുനിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും. അപ്പോൾ അവരെയും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ. അതിനാര് വിലങ്ങി വെച്ചാലും അത് ഞങ്ങളാരും അതിന് അറിയിച്ചു കൊടുക്കില്ല. അതാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതാണ് തങ്ങൾക്കും പറയാനുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ കൂട്ടിപ്പിടുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ മഹാനായ സയ്യിദുൽ ഉലമയുടെ ആർജവമുള്ള വാക്കുകളാണ് നമ്മളീ കേട്ടത്. സത്യത്തിൽ ഈ പ്രസംഗമൊക്കെ നടക്കുന്നതിന് മുമ്പ് ജാമിയ സമ്മേളനമൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നു. കാരണം ഈ ഒരു അനൈക്യത്തിന് ആദ്യമായിട്ട് വേദി ഒരുങ്ങിയത് കഴിഞ്ഞ വർഷത്തെ ജാമിയ സമ്മേളനമാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ വേദിയിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി തുടങ്ങിയത്, ആദ്യത്തെ തുടക്കം കുറിച്ചത് കഴിഞ്ഞ വർഷത്തെ ജാമിയ സമ്മേളനം മുതലാണ്. ഹമീദ് ഫൈസി അടക്കമുള്ള ചില നേതാക്കളെ മാറ്റി, അതായത് സമസ്തയുടെ പ്രവർത്തകർ ആരുടെ ഭാഷണങ്ങൾ കേൾക്കാനാണോ വരുന്നത് അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് സമസ്തയുടെ പ്രവർത്തകരുണ്ടാകും. അത് ആവേശം കൊള്ളിക്കുന്ന അവസാനത്തെ പ്രഭാഷണമാണ്. അപ്പോൾ എത്രയോ സമസ്ത പ്രവർത്തകന്മാരെ നിരാശരാക്കി. അതായത് ഹമീദ് ഫൈസിക്ക് സമസ്തയിലുള്ള സ്വാധീനം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഒരുപാട് സമസ്ത പ്രവർത്തകരെ നിരാശരാക്കിയിട്ടുണ്ട്. അത് ഈ കൊല്ലവും അതേപോലെ ആ ചിത്രത ആവർത്തിച്ചു. എന്നിട്ട് ഐക്യം എന്ന് സ്വയം പറയുകയും ഐക്യം വേണമെന്ന് പറയുകയും എന്നാൽ പ്രവർത്തനങ്ങളിൽ അനൈക്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ന് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകിയത്. ഇത് എല്ലാ സമസ്ത പ്രവർത്തകരും ആഗ്രഹിച്ചതാണ്. നോക്ക് നിങ്ങൾ, ഒന്നോ രണ്ടോ ആളുകളല്ല അവിടെ തക്ബീർ ചൊല്ലുന്നത്. ആയിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകരുടെ ഉള്ളിലുള്ള വികാരം എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് പ്രകടമായി. കണ്ടോ, വേറെ ആരെങ്കിലും ഒരു വ്യക്തി അവിടെ പ്രസംഗിച്ചിട്ട് തക്ബീർ ഇതുപോലെ മുഴങ്ങിയത് നിങ്ങൾ കണ്ടോ? അവിടെ ആരെല്ലാം പ്രസംഗിച്ചു? അപ്പോൾ സമസ്തയുടെ പ്രവർത്തകരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നേതൃത്വം പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം കൊണ്ട് ആരെങ്കിലും വെട്ടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ജനങ്ങൾ കൂടെ നിൽക്കില്ല, അതാണ് പ്രശ്നം. ആളുകൾ കൂടെ നിൽക്കില്ല. ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. ഇതൊരു ഹമീദ് ഫൈസി എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഇത് സമസ്തയുടെ പ്രവർത്തകന്മാർ സ്നേഹിക്കുന്നത്. ആ ഒരു കേവലം വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹം സമസ്തയുടെ ആദർശവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും കൃത്യമായിട്ട് പറയുന്ന വ്യക്തിയാണ് എന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്വീകാര്യത കിട്ടുന്നത്. അതുപോലെ ആരെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതേപോലെ അവർക്കും ആ സ്വീകാര്യത ഉണ്ടാവും. ഒരു കാലത്ത് അബ്ദുസമദ് പൂക്കോട്ടൂരിന് ഇതിനേക്കാൾ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് തക്ബീറുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണോ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ ഉറക്കെ പറയാൻ നല്ല കെൽപ്പുള്ള, വാഗ്ധാരണിയുള്ള, വാക്ചാരുതയുള്ള പ്രഭാഷകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആളുകൾ തടിച്ചു കൂടിയിരുന്നു. എത്ര വൈകിയാണെങ്കിലും 11 മണിയാണെങ്കിലും 12 മണിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞാലേ ആളുകൾ പോയിരുന്നുള്ളൂ. എന്തായിരുന്നു? ആ വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ടല്ല, അതിനേക്കാൾ വാക്ചാരുതയോടെ പ്രസംഗിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അദ്ദേഹം എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ആളുകൾ അതിനെ സ്വീകരിക്കുന്നത്, ആളുകൾ അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. ഇപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ വാക്ചാരുതയ്ക്കോ അദ്ദേഹത്തിൻ്റെ പ്രസംഗ വൈഭവത്തിനോ എന്തെങ്കിലും കുറവ് വന്നോ? പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ഇന്ന് ആളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അവസാനമായിട്ട് പറയാനുള്ളത്, ആ ജിഫ്രി തങ്ങളുടെ ആ ഒരു ആർജവം അതിനെ സമ്മതിച്ച് കൊടുക്കുന്നതാണ്. കാരണം ആ ഒരു വേദിയിൽ നിന്ന് അത് മുഖത്ത് നോക്കി പറയണമെങ്കിൽ എത്രത്തോളം ഒരു ധൈര്യവും സ്ഥൈര്യവും
ഉണ്ടാവണം. നമ്മളൊന്ന് ആലോചിച്ച് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ മുട്ടുംകാല് വറുക്കും. പക്ഷേ യാതൊരുവിധ ആശങ്കയും ഇല്ലാതെ ഹക്ക് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുന്ന വേണം. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് തന്നെ കഴിയുള്ളൂ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. ആ ആദർശ പോരാട്ടത്തിന് വേണ്ടിയിട്ട് മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നിങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചാൽ ഇവിടെ സംഘടനാ ഭേദമില്ലാതെ എല്ലാവരും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ മുഴുവൻ അങ്ങയുടെ പിന്നിൽ അണിനിരക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.